പഞ്ചാബ് പിന്നെ അവർ ഫസ്റ്റ് ഹാഫിൽ നന്നായിട്ട് കളിച്ചു, സെക്കൻഡ് ഹാഫിൽ അവർ കുറച്ച് മോശമായി. പക്ഷെ പഞ്ചാബിന്റെ പെരുവയിലാക്കിയത് ഞാനല്ല, എന്റെ ടീം CSK ആണ്. സഞ്ജു സാംസൺ അതുകൊണ്ട് പഞ്ചാബിന്റെ പരിപാടിയിലേക്കാണ്. പഞ്ചാബ് അവരുടെ കളിയിലെ പ്രശ്നങ്ങൾ കൊണ്ട് അവർ പെരുവയിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഗുജറാത്ത് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട ടീമൊന്നുമല്ല, അധികം ഫാൻസ് ഒന്നും ഇല്ലാത്തൊരു ടീമാണ്. പക്ഷേ ഏറ്റവും കൺസിസ്റ്റന്റ് ആയി കളിക്കുന്ന ടീമുകളിൽ ഒന്നാണ് അവർ ആദ്യ സീസണിൽ കപ്പടിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായ സമയത്ത് ആശിഷ് നെഹ്റ, ഹാർദിക് പാണ്ഡ്യ ആ ഒരു ബോണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. തൊട്ടടുത്ത സീസണിൽ അവർ റണ്ണേഴ്സ് അപ്പ് ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ 2 സീസണിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമാണ്. അതിനുശേഷം ഹാർദിക് മുംബൈയിലേക്ക് പോകുന്നു, മുംബൈയുടെ അധോഗതി അവിടെ തുടങ്ങുന്നു. മറുവശത്ത് ഇവിടെ നോക്കുമ്പോൾ അവർ യങ് ക്യാപ്റ്റനായിട്ട് ആ സമയത്ത് തന്നെ, അതായത് ഇന്ത്യൻ ടീം ഇദ്ദേഹത്തിൽ ശുഭ്മാൻ ഗില്ലിൽ വിശ്വാസം അർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഗുജറാത്ത് ശുഭ്മാൻ ഗില്ലിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ക്യാപ്റ്റനായി നിയമിക്കുന്നു. അതിനുശേഷമുള്ള കഴിഞ്ഞ സീസണിനേക്കാളും ഈ സീസണിലേക്ക് വരുമ്പോൾ അവരൊരു സെറ്റിൽഡ് ടീമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് നമുക്ക് ഇഷ്ടമൊന്നുമല്ലെങ്കിലും അവർ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും, ഒരു ഡിപ്പാർട്ട്മെന്റ് ഒന്ന് വീക്കാവുമ്പോൾ അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും മികച്ച രീതിയിൽ കളിക്കുന്നു. ഇപ്പം നമുക്കറിയാം, ഒരു അവധി, ഒരു സൺഡേ അല്ലെങ്കിൽ ഒരു അവധി ദിവസങ്ങളിൽ എങ്ങനെയാണ് ഒരു പത്രം ഇറങ്ങുന്നത് നമുക്കറിയാം. അപ്പോൾ ശരിക്കും ഒരു പത്രം ഓഫീസ് പോലെയാണ്, അവധി ദിവസങ്ങൾ ഇറങ്ങുന്ന ഒരു പത്രം ഓഫീസ് പോലെയാണ് ഈ ഗുജറാത്തിൻ്റെ പെർഫോമൻസ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഈ അവധി ദിവസങ്ങളിൽ ഒരുപാട് പേർ ലീവായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻ്റ് ഒന്ന് വീക്കായിരിക്കും. അതിനനുസരിച്ച് മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിനനുസരിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അതങ്ങ് ബിൽഡപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പത്രം ഓഫീസുകളിൽ ജോലി ചെയ്ത ആൾക്കാർക്ക് അറിയാം. അപ്പം അതേപോലെ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടീം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യമാണ്, അവരുടെ ടോപ്പ് 3 ആണ് ഏറ്റവും മികച്ച ബാറ്റർമാർ, അതിനുശേഷം മധ്യനിര വീക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല അവരുടെ ബോളേഴ്സിൻ്റെ പെർഫോമൻസ് ആദ്യഘട്ടത്തിൽ കുറച്ച് വീക്കായപ്പോൾ നമ്മൾ അതിനെയൊക്കെ വിമർശിച്ചിരുന്നു. പക്ഷേ കൃത്യമായിട്ടും അവരിപ്പം അവരുടെ ടോപ്പ് 3 കഴിഞ്ഞ മത്സരത്തിൽ ടോപ്പ് 3 വീക്കായിരുന്നു. പക്ഷേ അതിനനുസരിച്ച് അവരുടെ ബോളിംഗ് നിര കൃത്യമായിട്ടും അത് ഡെലിവർ ചെയ്തു. ഏറ്റവും പ്രധാനം എടുത്തു പറയാനുള്ളത് ജേസൺ ഹോൾഡറെ അവരെങ്ങനെ പിക്ക് ചെയ്തു, അവരെ എങ്ങനെ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഈ ടീമിൽ അദ്ദേഹത്തെ ഉപയോഗിക്കുന്ന വിധം ഏറ്റവും പ്രധാനമാണ്. കാരണം നമുക്കറിയാം, ആദ്യ മത്സരങ്ങളിലൊക്കെ ഗ്ലെൻ ഫിലിപ്സ് ആയിരുന്നു ഇവരുടെ ടീമിലുണ്ടായിരുന്നു, ഒരു വിദേശ പ്ലെയർ ആയിട്ടുണ്ടായിരുന്നത് ഗ്ലെൻ ഫിലിപ്സ് ആയിരുന്നു. ഗ്ലെൻ ഫിലിപ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഹോൾഡറെ ടീമിലേക്ക് ഉൾപ്പെടുത്തുകയും അതിനുശേഷം എല്ലാ മത്സരങ്ങളിലും അദ്ദേഹത്തെ കളിപ്പിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ബാറ്റ് കൊണ്ട് മാത്രമല്ല, ബോൾ കൊണ്ട് നിർണായകമായ വിക്കറ്റുകൾ എടുത്തുകൊണ്ട് കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹം ഏറ്റവും മനോഹരമായ 3 വിക്കറ്റുകൾ നേടി. ചെറിയ സ്കോറായിട്ടും IPL അത് പിടിച്ച് നിർത്തുക എന്ന് പറയുമ്പോൾ അവർ ബേസിക് ബോളിംഗ് മാത്രമാണ് ചെയ്തത്. ഒരു എന്താ പറയുക, എക്സെപ്ഷണൽ ബോളിംഗ് അല്ല ചെയ്തിരിക്കുന്നത്. ബാക്ക് ടു ബേസിക്സ് എന്ന രൂപത്തിൽ അവർ കൃത്യമായ ഏരിയകളിലാണ് പന്ത് എറിഞ്ഞിട്ടുള്ളത്. ജേസൺ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം കാഗിസോ റബാഡയും മുഹമ്മദ് സിറാജിനെയും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ഹോൾഡറുടെ ബോളിംഗ് ആണ്.